بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ദിക്റുകൾ എപ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിന് ശാന്തി സമാധാനം നൽകുന്നതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന ഏറ്റവും വലിയ മരുന്ന് അള്ളാഹുവിന്റെ ദിക്റാണ്. ആ ദിക്റുകൾ ഓരോന്നും വ്യത്യസ്തതയുള്ളതാണ്. ഓരോന്നിന്റെയും ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ദിക്റുകൾ നമുക്ക് പറഞ്ഞു തന്നു. അതിൽ ഒരു ദിക്റിനെ കുറിച്ച് റസൂലുള്ളാഹി ഇങ്ങനെയാണ് പറഞ്ഞത്: മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖ്ഖുൽ മുബീൻ ഫീ കുല്ലി യൗമിൻ 100 മറ കാന ലഹു അമാനൻ മിനൽ ഫഖർ വയുഅ്മനു മിൻ വഹ്ശത്തിൽ ഖബർ വസ്തുജ്ലിബ ബിഹിൽ ഗനാ വസ്തുഖരിഅ ബിഹി ബാബുൽ ജന്ന. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖ്ഖുൽ മുബീൻ എന്ന ദിക്റിനെ എല്ലാ ദിവസവും 100 തവണ പതിവായി ചൊല്ലുകയാണെങ്കിൽ ദാരിദ്ര്യത്തിന് തൊട്ടവൻ രക്ഷപ്പെടും, ഖബറിലെ ഏകാന്തതയെ തൊട്ട് സുരക്ഷിതനാവും, സ്വർഗ കവാടം തുറന്നു കിട്ടുകയും ചെയ്യും. ഈ ദിക്ർ കൊണ്ടുള്ള പ്രയോജനം ഭൗതികമായിട്ടും പാരത്രികമായിട്ടും ഏറ്റവും പേടിച്ചു പോകുന്ന, പ്രയാസപ്പെട്ടു പോകുന്ന പല കാര്യങ്ങളും ഇതുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്നർത്ഥം. ദാരിദ്ര്യമാണല്ലോ മുഅ്മിനീങ്ങൾ ബേജാറാകുന്ന, പേടിച്ചു പോകുന്ന കാര്യം. ദാരിദ്ര്യം കൊണ്ട്, ഫഖറ് കൊണ്ട് കുഫരിയത്തിലേക്ക് വരെ എത്തിപ്പോകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും നല്ല പോംവഴിയാണ് ഈ ദിക്ർ. നിസ്കാരങ്ങൾ വേണം, എല്ലാ നിർബന്ധമായ കാര്യങ്ങളും വേണം. അതോടൊപ്പം ഇതും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ദാരിദ്ര്യമില്ലാത്ത, കടങ്ങളില്ലാത്ത, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അഭിവൃദ്ധിയുള്ള ജീവിതം നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഖബറിലെ ഏകാന്തത അതില്ലാതായി കിട്ടും. ദുനിയാവിൽ നമ്മൾ ചെയ്തു വെച്ച ഖുർആൻ പാരായണങ്ങളും അതുപോലെ തന്നെ സുഹൃതങ്ങളൊക്കെ ഖബറിൽ കണ്ടനുഭവിക്കാൻ, ഖബറിൽ കൂട്ടാളികളായിട്ട് അതൊക്കെ വന്നു പോകുന്ന ഒരു സാഹചര്യം ഖബറിൽ ലഭ്യമാകും. സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നു കിട്ടും. ഇതിനപ്പുറം നമുക്ക് മറ്റെന്ത് വേണം? ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. ഈ ദിക്ർ നമ്മൾ പതിവാക്കണം. പറയുന്ന എനിക്കും കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇത് പതിവായി ചൊല്ലാൻ അല്ലാഹു തആല തൗഫീഖ് തന്ന് അതിൻ്റെ ഫായിദകൾ, അതിൻ്റെ സവാബുകൾ, പ്രതിഫലനങ്ങൾ അനുഭവിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദിക്റിൻ്റെ അഹ്ലികാരായി ജീവിച്ച് ദിക്റിൻ്റെ അഹ്ലികാരായിട്ട് മരിച്ചു പിരിയാൻ, അല്ലാഹുവിൻ്റെ റിള കിട്ടാൻ, മുത്തുനബി തങ്ങളുടെ റിള കിട്ടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.